ആലപ്പുഴയിലെ സാഹചര്യം നോക്കാം. ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. കുട്ടനാട്ടിലെ സ്ഥിതികൾ നേരിട്ട് പറയാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെന്ന് കുട്ടനാട് MLA റെജി ചെറിയാൻ ആരോപിച്ചു. നമുക്ക് എന്നെ കൊണ്ട് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നത് കൊണ്ട് അത്രയൊരു നിർബന്ധം ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയും വിളിച്ചു. അവരിപ്പം ക്യാബിനറ്റ് മീറ്റിങ്ങിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. അതിപ്പം മീറ്റിങ്ങിൽ കയറി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയ ഉടനെ എന്നെ തിരിച്ചു വിളിക്കണം. കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ ഇപ്പം കാരണം ഈ നമുക്ക് എന്താണോ ഇപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, ആലപ്പുഴയിലെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് ഈ കുട്ടനാട് മേഖലയിൽ ഇപ്പോൾ റെജി ചെറിയാൻ ഇങ്ങനെ ഒരു പരാതി പറയുന്ന സാഹചര്യം എന്താ? അങ്ങോട്ട് ശ്രദ്ധ എത്തുന്നില്ല എന്നാണോ അദ്ദേഹത്തിന്റെ പരാതി? എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? ശ്രീജ, ആലപ്പുഴ ജില്ലയിലേക്ക് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്കും മറ്റും ഒഴുകി വരുന്ന കിഴക്കൻ വെള്ളം പമ്പയാറിലൂടെയും അച്ചൻകോവിലാറിലൂടെയും ഒക്കെ ഒഴുകി വരുന്ന കിഴക്കൻ വെള്ളം കടലിലേക്ക് പോകേണ്ടത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ്. 3-4 ദിവസം മുൻപ് തന്നെ ഇതിൻ്റെ 40 ഷട്ടറുകളാണുള്ളത്. അതിൽ 39 ഷട്ടറുകളും ഉയർത്തിയിരുന്നു. അങ്ങനെ ഈ കിഴക്കൻ വെള്ളത്തിനോടൊപ്പം വരുന്ന ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ പായലും മറ്റ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും തടികളും ഒക്കെ വന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഷട്ടറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഇന്നലെ രാത്രി ഈ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ട്രെയിലർ ഉപയോഗിച്ച് തള്ളി നീക്കിയതാണ്. പക്ഷേ ഇപ്പുറത്ത് പുതിയ പാലം വരികയാണ്. നമുക്കറിയാം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. അതിന് ഇവിടെ പാലം വരുന്നുണ്ട്. ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമാന്തരമായ രീതിയിൽ ആ പാലത്തിൻ്റെ നിർമ്മാണത്തിനായിട്ടൊരു താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ നടപ്പാലത്തേക്ക് വന്ന് കുടുങ്ങിക്കിടക്കുകയാണ് ഈ മാലിന്യങ്ങളെല്ലാം. ഈ നടപ്പാത നമുക്ക് കാണാം, ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, ഈ കോൺട്രാക്ടർമാരുടെ ജീവനക്കാരാണ്. അവർ ഈ പായലും പോളയും ഒപ്പം തന്നെ ഈ മാലിന്യങ്ങളും തടിയുമൊക്കെ കുത്തി അപ്പുറത്തേക്ക് കളയാനുള്ളൊരു ശ്രമകരമായ ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ നീരൊഴുക്ക് എത്രത്തോളം ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയുള്ള നീരൊഴുക്ക് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം വെള്ളം കുട്ടനാട്ടിലും അപ്പർ കുട്ടനാടൻ മേഖലയിലും തിക്കും. അതുകൊണ്ടാണ് MLA അല്പസമയം മുമ്പാണ് ഇവിടുന്ന് പോയത്. അദ്ദേഹം രാവിലെ ഇവിടെ എത്തിയതാണ്. ഇവിടെ നിന്ന് ഈ ജോലികളൊക്കെ നോക്കുകയായിരുന്നു. കാരണം ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ എത്രത്തോളം വേഗതയിൽ എത്രത്തോളം വെള്ളം കടന്നു പോകാമോ അത്രത്തോളം പ്രളയത്തിൻ്റെ ആഘാതം കുട്ടനാട്ടിൽ കുറവായിരിക്കും. നമുക്കങ്ങ് ദൂരെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരു മണ്ണുമാന്തി യന്ത്രം കിടക്കുന്നതായിട്ട് കാണാം. അവിടെയാണ് പൊഴിയുള്ളത്. ആ പൊഴി മുറിച്ചിട്ടുണ്ട്. ഒരു 200 മീറ്ററോളം പൊഴി മുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ 2018 പ്രളയത്തിന് ശേഷം ആ തോട്ടപ്പള്ളി പൊഴിയുടെ ഭൂരിഭാഗവും അവിടെ നിന്ന് മണ്ണ് നീക്കുമായിരുന്നു. ആ മണൽ ഈ KMML കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും വലിയ വിവാദങ്ങളും വലിയ സമരങ്ങളുമൊക്കെ നടന്നിരുന്നു. ഏതായാലും UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അങ്ങനെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ പൊഴി മുറിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഒരു ആരോപണം അങ്ങനെ പൊഴി മുഴുവനായിട്ട് മുറിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് കുട്ടനാട്ടിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വെള്ളപ്പൊക്കത്തിന് കാരണമെന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണം CPMും LDFും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ MLA അത് തള്ളിക്കളയുകയാണ്. 2018 പ്രളയം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. ഈ 8 വർഷത്തിനുള്ളിൽ പ്രളയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എന്ത് പ്രവർത്തനമാണ്, എന്ത് ശാസ്ത്രീയമായ പഠനമാണ് നടത്തിയത്, എന്ത് നടപടികളാണ് LDF സർക്കാർ എടുത്തത് എന്നുള്ളൊരു ചോദ്യം MLA രാഷ്ട്രീയ ചോദ്യം തിരിച്ചും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയം ഒക്കെ നല്ലതാണ്, പക്ഷേ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ഒരു അല്പസമയം മുമ്പ് നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൂടെ നടന്നു പോകാം, അത്ര വലിയൊരു ബെഡായിട്ട് വന്ന് കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നീരൊഴുക്ക് കുറയും. ആ നീരൊഴുക്ക് വളരെ വേഗതയിൽ ആക്കാൻ വേണ്ടിയുള്ള ജോലികളാണ് ഇവിടെ നടക്കുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിൻ്റെയും അപ്പർ കുട്ടനാട് രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.